വാക്കിന് ഗ്രീക്കിൽ പ്രസ്ബ്യൂട്ടറോസ് എന്നാണ് പറയുന്നത്. മൂപ്പുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ജനതകളുടെയും ഇടയിൽ മൂപ്പന്മാർ വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്നു. ലേവ്യ പുസ്തകം 19:32, ആവർത്തനം 32:7, ഇയ്യോബ് 12:12, സദൃശവാക്യം 16:31. നരച്ച തല ശോഭയുള്ള കിരീടമാണ്. മൂപ്പനെ കുറിക്കുന്ന ഒരു എബ്രായ പദത്തിന് താടി എന്നർത്ഥമുണ്ട്. അത് വാർദ്ധക്യ സൂചകമാണ്. പൂർവ്വതലമുറകളുടെ പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളും പ്രായമായവരുടെ ഓർമ്മയിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട് എന്ന് ഇയ്യോബ് 12:12 പറയുന്നു. മൂപ്പന്മാർ അനുഭവസമ്പന്നരും വലിയ കുടുംബങ്ങളുടെ തലവന്മാരുമായിരുന്നു. പ്രാചീനകാലത്ത് സമൂഹത്തിലെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നത് മൂപ്പന്മാരാണ്. പൗരാണിക ഗ്രീസിലും റോമിലും മൂപ്പന്മാരുണ്ടായിരുന്നു. അറേബ്യയിൽ ഷെയ്ഖുകളും മോവാബ്യർക്കും മിദ്യാന്യർക്കും മൂപ്പന്മാരും ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 22:7. മൂപ്പന്മാർക്ക് ഗോത്രത്തിലും കുലത്തിലും പ്രാദേശിക സമൂഹത്തിലും അധികാരമുണ്ടായിരുന്നു. മൂപ്പന്മാരുടെ അധികാരത്തിന് അടിസ്ഥാനം പ്രായമാണ്. പുറപ്പാട് പുസ്തകം 12:21-22. മോശയുടെ കാലത്തിന് മുമ്പ് തന്നെ മൂപ്പന്മാർ ജനത്തിൻ്റെ മേലധികാരികളായിരുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനുള്ള ദൈവിക നിയോഗം ജനത്തെ അറിയിക്കുവാൻ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടിവരുത്തി. പുറപ്പാട് 3:16, 18, 4:29. മോശ ആദ്യം ഫറവോനെ കാണാൻ പോയപ്പോൾ മൂപ്പന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. പുറപ്പാട് 3:18. ജനത്തിന് കൽപ്പന നൽകിയതും അവരോട് ആശയവിനിമയം നടത്തിയതും മൂപ്പന്മാർ മുഖേനയായിരുന്നു. പുറപ്പാട് പുസ്തകം 19:7, ആവർത്തനം 31:9. മരുഭൂമിയിൽ വെച്ച് പ്രധാന കാര്യങ്ങളെല്ലാം മോശയെ സഹായിച്ചത് മൂപ്പന്മാരായിരുന്നു. പുറപ്പാട് 17:5. മോശ സീനായി പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ മൂപ്പന്മാരിൽ 70 പേർ പിൻചെന്നു. പുറപ്പാട് പുസ്തകം 24:1. മോശയോടൊപ്പം ഭരണഭാരം പങ്കിടുന്നതിന് 70 പേരെ നിയമിച്ചു. സംഖ്യാപുസ്തകം 11, 16, 17. ജനത്തിൻ്റെ ഭാരം വഹിക്കേണ്ടതിന് അവരുടെ മേൽ ആത്മാവിനെ പകർന്നു. ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ 1000 പേർക്കും 100 പേർക്കും 50 പേർക്കും 10 പേർക്കും അധിപതിമാരായി നിയമിക്കുവാൻ മോശയുടെ അമ്മായിപ്പനായ യിത്രോ ഉപദേശിച്ചതായും മോശെ അപ്രകാരം ചെയ്തതായും പുറപ്പാട് 18 നീതിന്യായത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പട്ടണത്തിലെ മൂപ്പന്മാർക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകി. പ്രത്യേക പദവിയും നിലയുമുള്ള ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് മൂപ്പന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സങ്കീർത്തനം 107:32, വിലാപങ്ങൾ 2:10, യെഹെസ്കേൽ 14:1. ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷം മൂപ്പന്മാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഓരോ പള്ളിയുടെയും ഭരണത്തിന് മൂപ്പന്മാർ ഉണ്ടായിരുന്നു. അവരുടെ എണ്ണം ജനസംഖ്യ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. ജനത്തിലെ മൂപ്പന്മാരും പള്ളിപ്രമാണിമാരും ഒരേ ഗണമായിരുന്നു. ഇവരിൽ ചിലരെ ന്യായാധിപ സംഘത്തിലേക്ക് എടുത്തിരുന്നു. മൂപ്പന്മാരും തലവന്മാരും ജനത്തിനു വേണ്ടി വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ചു. അവർ യുദ്ധകാലത്ത് സൈന്യ നേതാക്കന്മാരും വ്യവഹാരങ്ങളിൽ ന്യായാധിപന്മാരും ഭരണത്തിൽ ഉപദേഷ്ടാക്കന്മാരും സാക്ഷികളും ആയിരുന്നു. അവർ സമൂഹത്തിൻ്റെ പ്രതിനിധികളും തൂണുകളുമായിരുന്നു. ലേവ്യ പുസ്തകം 4:13 മുതൽ 21 വരെ, ആവർത്തനം 21:1 മുതൽ 9 വരെ. നീതിന്യായ നിർവഹണത്തിൽ അവരുടെ ചുമതല എന്താണെന്ന് ആവർത്തന പുസ്തകത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. ആവർത്തനം 19:2, 21:2 മുതൽ 20 വരെ, 22:15 മുതൽ 18 വരെ, 25:7 മുതൽ 9 വരെ. രാജകീയ ഉടമ്പടിയിൽ മൂപ്പന്മാർ പങ്കാളികളായിരുന്നു. പുരോഹിതന്മാരുടെ മൂപ്പന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. 2 രാജാക്കന്മാർ 19:2. പുതിയ നിയമത്തിൽ മഹാപുരോഹിതന്മാരോടും മത്തായി 21:23 ചിലപ്പോൾ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരോടുകൂടെയും മൂപ്പന്മാരെ കാണാം. യേശുവിനെ കൊല്ലേണ്ടതിന് കള്ളസാക്ഷ്യം അന്വേഷിച്ചവരിൽ ന്യായാധിപ സംഘം ഒക്കെയും ഉണ്ടായിരുന്നു. മത്തായി 16:21.
സഭയിൽ മൂപ്പന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രത്യേക വിവരണമൊന്നും നൽകിയിട്ടില്ല. മൂപ്പന്മാർ, ഇടയന്മാർ, അധ്യക്ഷന്മാർ എന്നീ ഔദ്യോഗിക സ്ഥാനങ്ങൾ വ്യത്യാസം കൂടാതെ ഉപയോഗിക്കുന്നത് കാണാം. ഈ സ്ഥാനങ്ങളെല്ലാം പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിലാണ്. ശുശ്രൂഷകന്മാർ അഥവാ ഡീക്കന്മാരിൽ നിന്ന് വിഭിന്നരാണ് മൂപ്പന്മാർ. പുതിയ നിയമസഭയിലെ മൂപ്പന്മാർ ഇടയന്മാരും എഫേസ്യ ലേഖനം 4:11 അധ്യക്ഷന്മാരുമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28.